എല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ് ഇന്ന് വായിച്ച് കേട്ടത്. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളാണ്. അതിൻ്റെ കുറുവാക്യം ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കട്ടെ. 1 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. 1 ശമൂവേൽ chapter 2 verse 26. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വന്നു. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വന്നു. പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമേ, ഇന്ന് ദൈവവചനം കേൾപ്പാൻ, കുടുംബത്തെപ്പറ്റി ധ്യാനിപ്പാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകുന്നതിനാൽ സ്തോത്രം. കർത്താവേ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പുലർത്തേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നത്, ഞങ്ങൾക്ക് വന്ന പാകപ്പിഴകൾ എല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തണമേ. എങ്ങനെ നല്ലൊരു പേരൻറ്റിങ് ഞങ്ങൾക്ക് സാധ്യമാകും? ഒരപ്പൻ എന്ന നിലയിൽ, വല്യപ്പൻ എന്ന നിലയിൽ, വല്യമ്മച്ചി എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഏതൊക്കെ നിലയിൽ കർത്താവിനോട് ഒന്നുകൂടെ ചേർന്ന് ഞങ്ങളുടെ കുടുംബത്തെ കൊണ്ടുപോകാം എന്ന് ഈ വചനം ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പൗലോ കൊയ്ലോ, ബ്രസീലിയൻ നോവലിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് പെൻസിൽ. എല്ലാവരും വായിച്ചിട്ടുള്ള പുസ്തകമാകാം. പെൻസിൽ എന്ന ഷോർട്ട് സ്റ്റോറിയിൽ പെൻസിൽ പറയുന്ന 5 കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. പെൻസിൽ സെയ്സ്, പെൻസിൽ പറയുകയാണ്, ഐ ക്യാൻ മേക്ക് എ മാർക്ക് ഓൺ എ ഷീറ്റ്. എനിക്ക് പേപ്പറിൽ ഒരു എഴുത്തെഴുതാൻ പറ്റും. പെൻസിൽ പറയുക. രണ്ടാമത് പെൻസിൽ പറയുന്നു, മിസ്റ്റേക്ക് ഷുഡ് ബി എറൈസ്ഡ്. എഴുത്തെഴുതുമ്പോൾ തെറ്റ് വരും, ഞാനത് തിരുത്തും. മൂന്നാമത്, ദ അറ്റ്മോസ്റ്റ് ഇൻ പെൻസിൽ സൈസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റായി പെൻസിൽ പറയുന്നത്, മൈ ഇൻറ്റീരിയർ ഗ്രാഫൈറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ മൈ ഔട്ടർ വുഡൻ പീസ്. എഴുതാൻ ഉപയോഗിക്കുന്ന അകത്തെ മഷിക്കല്ലുണ്ടല്ലോ, അതാണ് എൻ്റെ മനോഹരമായ പുറംചട്ടയേക്കാളും നല്ലത്. പെൻസിൽ പറയുക, എനിക്ക് എഴുതാൻ പറ്റും. എഴുത്തെഴുതുമ്പോൾ തെറ്റ് വരുമ്പോൾ ഞാനത് തിരുത്തും. ഞാനൊന്ന് തിരിച്ചറിയുന്നു, മനോഹരമായ എൻ്റെ പുറംചട്ടയേക്കാളും നല്ലത് എൻ്റെ അകത്തെ മഷിക്കല്ലാണ്. ഇപ്രകാരം ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ മാർക്ക് ശേഷിപ്പിച്ച്, ചരിത്രത്തിൽ വ്യക്തമായ മുദ്ര പതിപ്പിച്ച്, തെറ്റുകളെ തിരുത്തി അകത്തെ ജീവനെ പ്രജ്വലിപ്പിച്ച ഏറ്റവും വലിയ പ്രവാചകനാണ്, ന്യായാധിപനാണ്, പുരോഹിതനാണ് ശമൂവേൽ. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ BC 7-ാം നൂറ്റാണ്ടിലാണ് പുസ്തകം എഴുതിയത്. ഇത് എഴുതാൻ കാരണം, ഇസ്രയേലിലെ ഗോത്ര സംവിധാനങ്ങളും മതസംവിധാനങ്ങളും തകർന്ന ഒരു കാലഘട്ടം, കുടുംബ ബന്ധങ്ങൾ പൊളിഞ്ഞു പോയൊരു കാലഘട്ടം, അപ്പന്മാർ പറയുന്നത് മക്കളോ മക്കൾ പറയുന്നത് അപ്പന്മാരോ കേൾക്കാത്തൊരു കാലഘട്ടം. അപ്പോൾ അവരുടെ തകർന്ന ആരാധന ജീവിതത്തെ നേടിയെടുക്കാൻ, അവരുടെ പൊട്ടിപ്പോയ കുടുംബ ബന്ധങ്ങളെ രൂപപ്പെടുത്താൻ എഴുതപ്പെട്ട ഒരു പുസ്തകമാണിത്. ശീലോ എന്ന അന്നത്തെ ആരാധനാ കേന്ദ്രം എങ്ങനെ യെരുശലേം എന്ന ദേവാലയത്തിന് വഴിമാറി എന്ന ചരിത്രമാണ് തുടർന്ന് പറയുന്നത്. ഈ പുസ്തകം വായിക്കുമ്പോൾ, നമ്മൾ ധ്യാനിക്കുമ്പോൾ, ശമൂവേൽ ബാലൻ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വന്നു. എങ്ങനെയൊക്കെ ശമൂവേൽ രൂപപ്പെട്ടു? ഒന്ന്, ഹി ബിക്കം എ ഗ്രേറ്റ് പ്രോഫറ്റ് ഇൻ ഇസ്രയേൽ. ഇസ്രയേലിലെ ഏറ്റവും വലിയ പ്രവാചകനായി അവൻ രൂപപ്പെട്ടു. 1 ശമൂവേൽ 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, ഇസ്രയേലിൽ ദാൻ മുതൽ ബേർശേബ വരെ ഇസ്രയേലിൻ്റെ സകല ഗോത്രങ്ങളിലും അവൻ വിശ്വസ്ത പ്രവാചകൻ എന്നറിയപ്പെട്ടു. എങ്ങനെ? ഹി ബിക്കം എ ഗ്രേറ്റ് പ്രീസ്റ്റ് ഇൻ ഇസ്രയേൽ. ഇസ്രയേലിലെ പുരോഹിതന്മാരിൽ ഒരു അഗ്രഗണ്യനായ പുരോഹിത ശ്രേഷ്ഠനായിട്ട് അവൻ രൂപപ്പെട്ടു. എങ്ങനെ? അവൻ ഇസ്രയേലിലെ ന്യായാധിപന്മാരിൽ ഏറ്റവും നല്ലൊരു ന്യായാധിപനായി അവൻ രൂപപ്പെട്ടു. എങ്ങനെ? ഹൗ he became a prophet, how he became a priest, and how he became a great judge in Israel. ഒറ്റ കാരണമേ ഉള്ളൂ, ബിക്കോസ് ഓഫ് ഹിസ് ഫാമിലി. അവൻ്റെ കുടുംബമാണ്.
രമദായും സോഫീമിലെ കുടുംബം പുതിയ നിയമത്തിൽ അതിന് പറയുന്ന അരിമത്യ എന്നാണ്. അരിമത്യയിലെ തൻ്റെ കുടുംബം. ഈ കുടുംബത്തിൽ ശമൂവേൽ എന്ന പ്രവാചകനെ രൂപപ്പെടുത്തിയ, പുരോഹിതനെ രൂപപ്പെടുത്തിയ, ന്യായാധിപനെ രൂപപ്പെടുത്തിയ 2 ഘടകങ്ങളുണ്ട്. 2 ഫാക്ടേഴ്സ്. ഈ 2 ഘടകങ്ങളാണ് ഇന്നത്തെ എൻ്റെ ധ്യാനം. ഒന്നാമത്തെ ഫാക്ടറാണ് ഫാദർ ഫാക്ടർ, അപ്പൻ എന്ന ഘടകം. എൽക്കാന എന്ന ഘടകം ശമൂവേലിനെ രൂപപ്പെടുത്തിയത് എങ്ങനെയാണ്? എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, ശമൂവേലിനെ എൽക്കാനെ എങ്ങനെ രൂപപ്പെടുത്തി എന്ന് ധ്യാനിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തേണ്ട വഴി, വലിയപ്പനെന്ന നിലയിൽ ഞാൻ എൻ്റെ കൊച്ചുമക്കളെ രൂപപ്പെടുത്തേണ്ട വഴി, അപ്പനെന്ന നിലയിൽ എൻ്റെ കുടുംബത്തെ, മക്കളെ രൂപപ്പെടുത്തേണ്ട വഴി ഇന്ന് ഓർപ്പിക്കുകയാണ്. 4 തരത്തിലാണ് അപ്പൻ എൽക്കാന ഈ വീടിനെ രൂപപ്പെടുത്തിയത്. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു. 1 ശമൂവേൽ ചാപ്റ്റർ 1 വേഴ്സ് 3. അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തൻ്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ശീലോവിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. ഹി ക്രിയേറ്റഡ് ന്യൂ ഹാബിറ്റ് ഇൻ ദാറ്റ് ഹോം. അവൻ ആ വീട്ടിൽ നല്ലൊരു ശീലമിട്ടു, അഥവാ നല്ലൊരു പതിവ് അവനിട്ടു. അപ്പനിട്ട വഴി എന്താണ്? പതിവ് ആണ്ടുതോറും ശീലോവിൽ തൻ്റെ വീട്ടിൽ നിന്ന് പോവുക. തൻ്റെ വീട് അരിമത്യ അഥവാ രമദായും സോഫിയും. ശീലോവാണ് അന്നത്തെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം. അവിടേക്ക് പോകുന്ന പതിവ് പറയപ്പെടുന്നത് ഏകദേശം 32 കിലോമീറ്റർ ഉണ്ട്. 32 കിലോമീറ്റേഴ്സ്. ഈ 32 കിലോമീറ്റർ ദൂരം അവൻ ആധുനിക യാത്ര സൗകര്യമില്ലാത്ത കാലത്ത് എങ്ങനെ താണ്ടി, എങ്ങനെ അസാധ്യമായി ഈ ശീലം ഇട്ടു? നോക്കൂ, ഈ നല്ല ശീലമിടാൻ ഒത്തിരി ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങളുണ്ട്. ഒന്നാമത്തെ തടസ്സം ഡിസ്റ്റൻസ് ആണ്, ദൂരം. 2 തരത്തിലുള്ള ദൂരമുണ്ട്. ഒന്ന് ഫിസിക്കൽ ഡിസ്റ്റൻസ്, 32 കിലോമീറ്റർ എന്ന ദൂരം. പലപ്പോഴും നമ്മൾ പറയും ദൂരം കൂടുതലാണ്. ദൂരം കൂടുതലായതുകൊണ്ട് ഞാൻ ആരാധനയിൽ വരുന്നില്ല, ദൂരം കൂടുതലായതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല, പക്ഷെ തൊട്ടടുത്ത് വേറൊരു പള്ളിയിലോട്ട് പോവുക, അല്ലെ തൊട്ടടുക്കൽ ഓൺലൈനിലിരിക്കുക. ദൂരം. രണ്ടാമത്തെ ഒരു ദൂരം എന്ന് പറഞ്ഞാൽ നോട്ട് ദ ഫിസിക്കൽ ഡിസ്റ്റൻസ്, മെൻ്റൽ ഡിസ്റ്റൻസ്, മാനസികമായ ദൂരമാണ്. പള്ളിയുടെ തൊട്ടടുക്കലാണ്, ആരാധന കേന്ദ്രത്തിൻ്റെ തൊട്ടടുക്കലാണ് വീടെങ്കിലും അവൻ അവിടെ ഉള്ളത് കൊണ്ട്, ഈ അച്ഛൻ അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ വരുന്നില്ല. എനിക്കിഷ്ടമില്ലാത്ത ആൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ വരുന്നില്ല. നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, ഈ ദൂരം, 2 തരത്തിലുള്ള ദൂരത്തെയും അവർ മറികടന്നു. രണ്ടാമത്തെ അവിടുത്തെ ഈ ശീലത്തിനെതിരായി ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രൈസിസ്. ഒരു പ്രശ്നമുണ്ട്. ഒന്ന് ഡിസ്റ്റൻസ്, 2 ക്രൈസിസ്. വാട്ട് ഈസ് ദ ക്രൈസിസ്? എന്താ പ്രശ്നം? മക്കൾ ഇല്ല. ഈ വീടിനെ പറ്റി ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. മക്കളുള്ള ഭാര്യയും മക്കളില്ലാത്ത ഭാര്യയും ഒരു ഭർത്താവും. ഇവിടെയാണ് ശൗമേൽ രൂപപ്പെട്ടത്. ഇത്രയും പ്രശ്നമുള്ള വീട് നമ്മുടെ ഏരിയയിലില്ല. ഇത്രയും പൊട്ടിപ്പോയ വീടുകളുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെയാണ് ശമൂവേൽ എന്ന പ്രവാചകൻ രൂപപ്പെട്ടത്. അതിൻ്റെ ആദ്യത്തെ കാര്യം, ഈ ക്രൈസിസിനെ അവർ അതിജീവിച്ചു. നമ്മളെപ്പോഴും നമ്മുടെ ആരാധനയിൽ പള്ളിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഒരു കാരണം എന്തുവാ? ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ട്, വീട്ടിലൊരു ഡിവോഴ്സ് ഉണ്ട്, മോക്കൊരു വിവാഹമോചനം വന്നു, ഞാൻ ഇനി പള്ളിയിൽ നിന്ന് അങ്ങ് മാറി നിൽക്കാം. അല്ല, വീട്ടിലൊരു പ്രശ്നമുണ്ട്, കാരണം പള്ളി വരുമ്പോൾ അത് ചോദിക്കാൻ പാകത്തിന് ആളുകളുണ്ട്, ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു ക്രൈസിസ് വരുമ്പോൾ ഞാൻ ക്രൈസിസിൽ നിന്ന്, ഞാൻ പള്ളിയിൽ നിന്ന്, ആരാധനയിൽ നിന്ന് മാറി നിൽക്കുക. പക്ഷേ എൽക്കാന പറഞ്ഞു, എന്ത് പറഞ്ഞെന്നറിയാമോ? എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം ഞാൻ മാറി നിൽക്കുകയല്ല, എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം എൻ്റെ വീടല്ല, എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം ശീലോവിലെ അൾട്ടറാണ്. എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഞാൻ കണ്ടെത്തുന്നത് ശീലോവിലെ എൻ്റെ ആരാധനാലയത്തിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഞാൻ കണ്ടെത്തുന്ന സ്ഥലത്ത് എത്ര ദൂരമാണെങ്കിലും എത്ര പ്രതിസന്ധിയാണെങ്കിലും ഞാനതിനെ താണ്ടും. നല്ല ശീലം
ഡാഡി ഓർ എൽക്കാന ക്രിയേറ്റഡ് ന്യൂ ഹാബിറ്റ്. പ്രിയപ്പെട്ട ദൈവജനമേ, പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ ആരാധനാലയവുമായി കണക്ട് ചെയ്യാൻ എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും, നമ്മുടെ മക്കൾക്ക് എന്തൊക്കെ തടസ്സങ്ങൾ മുമ്പിലുണ്ടായാലും, ഏതൊക്കെ തടസ്സങ്ങൾ എൻ്റെ ആരാധനാലയത്തിൽ പോകാൻ എനിക്കുണ്ടായാലും, അതിനെ മറികടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടിൻ്റെ പേരാണ് ശമൂവേൽ. ഹീ ക്രിയേറ്റഡ് ന്യൂ ഹാബിറ്റ്. 2, അപ്പൻ എങ്ങനെയാണ് ആ വീടിനെ രൂപപ്പെടുത്തിയത്? 4-5 വാക്യങ്ങളിൽ, 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ, എൽക്കാന യാഗം കഴിക്കുമ്പോഴൊക്കെയും തൻ്റെ ഭാര്യയായ പെനീനയ്ക്കും അവിടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? ഹി ക്രിയേറ്റഡ് ലെസൺസ് ഓഫ് കെയറിങ് ആൻഡ് ലവ്. കരുതലും സ്നേഹവും അവൻ പഠിപ്പിച്ചു. കരുതൽ എന്തുവാ, സ്നേഹം എന്തുവാ എന്ന പാഠം അപ്പൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. ശീലോവിലെ ആരാധന എന്ന് പറയുന്ന ഭോജനയാഗമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട യാഗം. 3 ദിവസമാണ് ആരാധന. ആദ്യത്തെ ദിവസം ആരാധനയാണ്, 2-ാമത്തെ ദിവസം യാഗമാണ്, 3-ാമത്തെ ദിവസം യാഗത്തിൻ്റെ ശേഷം ബാക്കി ഭക്ഷിച്ച് യഹോവയുടെ സമാഗമന കൂടാരത്തിൽ നൃത്തം ചെയ്യും. അതിനുശേഷം ഈ നേർച്ച പോലെ ഈ യാഗത്തിൻ്റെ ബാക്കി വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ടൊരു യഹൂദ പുരുഷൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? താൻ സ്നേഹിക്കുന്ന ഏറ്റവും ആളിന് കൊണ്ടുവന്നതിൻ്റെ ഇരട്ടി ഓഹരി, ഡബിൾ പോർഷൻ. വേറൊരു ട്രാൻസ്ലേഷൻ, വെൽത്തി പോർഷൻ, കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കും. ഇവിടെ നോക്കൂ, നമ്മൾ വായിക്കുന്നു, അവൻ ഹന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഹന്നയ്ക്ക് ഇരട്ടി ഓഹരി. ഹന്നയ്ക്ക് ഇരട്ടി ഓഹരി. കരുതൽ എന്തുവാ? കരുതൽ ലഭിക്കാൻ സാധ്യമില്ലാത്തൊരിടത്ത്, കരുതൽ ലഭിക്കാൻ പറ്റിയ ആളത്വമില്ലാത്ത, ഐഡൻറ്റിറ്റി ഇല്ലാത്തിടത്ത് അവൾ കരുതൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടതും കാണേണ്ടതും മുഴുവൻ സ്നേഹിക്കുന്നതും കരുതുന്നതുമാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് വഴക്കാണ്, അപ്പനും അമ്മയുള്ള സ്വരച്ചേർച്ച. എന്നാൽ സ്നേഹിക്കുന്നതും കരുതുന്നതും കുറവാണ് കാണുന്നത്. കൂടുതൽ പല പിള്ളേർ പറയും, എപ്പോൾ കയറിയാലും അടിയാച്ചാ, വണ്ടിയെ കയറിയാലും വടി. അതുകൊണ്ടാണ് പല കുഞ്ഞുങ്ങളും ഞങ്ങൾക്ക് വിവാഹം വേണ്ടാന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനൊരു സിസ്റ്റത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഹി ക്രിയേറ്റഡ് ന്യൂ ലെസൺസ് ഓഫ് കെയർ ആൻഡ് കെയറിങ് ആൻഡ് ലവ്. കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും പാഠം. ഇവൻ പറയുക, ഹന്നെ ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം. ഹന്നെ അവിടെ, പെനീനെ അവിടെ നിൽക്കുക, മക്കളുണ്ട്. ദിനവൃത്താന്ത ചരിത്രത്തിൽ പേര് വരാൻ കാരണം പെനീനയാണ്. അവളാണ് മക്കളെ കൊടുത്തത്. ഒരു യഹൂദ പുരുഷൻ കൂടുതൽ സ്നേഹിക്കേണ്ടത് അവളെയാണ്. പക്ഷേ ഇവൻ പറയുക, ഹന്നെ നീ എനിക്ക് പ്രയോജനപ്പെട്ടവളാണ്. 3 വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. 1 എക്സിസ്റ്റൻസ്, നിലനിൽക്കുക, നിലനിൽക്കുക. 2-ാമത്തെ ഒരു വാക്കാണ് കോ എക്സിസ്റ്റൻസ്, സഹവർത്തിത്വമാണ്, കൂടെ നിൽക്കുക. 3 പ്രോ എക്സിസ്റ്റൻസ്. പ്രോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുകയോ നിലനിൽക്കുകയല്ല, ഞാൻ നിൽക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാണ്. എൽക്കാന പറയുക, ഹന്നെ നീ വിഷമിക്കില്ലേ, നിനക്ക് മക്കളില്ല, പക്ഷേ വെൽത്തി പോർഷൻ നിനക്ക എന്ന് പറയുമ്പോൾ ഞാൻ നിൽക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാണ്. ഇതേതൊരു ഭർത്താവ് വീട്ടിൽ കാണിക്കുന്നോ, ഏതൊരമ്മ കുഞ്ഞിനെയോട് കാണിക്കുന്നോ, ഏതൊരപ്പൻ ഭാര്യയോട് കാണിക്കുന്നോ, ഏത് പൊട്ടലിൻ്റെ മധ്യത്തിലും ഉണ്ടാകുന്ന പുണ്യത്തിൻ്റെ പേരാണെന്ത്? ശമൂവേൽ. 3 എന്താണ് അപ്പൻ രൂപപ്പെടുത്തിയ 3-ാമത്തെ രീതി? 8-ാം വാക്യത്തിൽ, 1 ശമൂവേൽ 1-ാം വാക്യം. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ നീ കരയുന്നതെന്തിന്? നിനക്ക് ഞാൻ 10 പുത്രന്മാരെക്കാളും നല്ലതല്ലയോ? ഹീ ക്രിയേറ്റഡ് ന്യൂ ഡയലക്റ്റ്, പുതിയ ഭാഷ അവൾ ക്രമീകരിച്ചു. ഹി ക്രിയേറ്റഡ് ന്യൂ ഡയലക്റ്റ്. എന്താ? ഹന്ന കടന്ന് കരയുകയാണ്. ഹന്നയുടെ കരച്ചിലിൻ്റെ കാരണം 6-7 വാക്യങ്ങളിലുണ്ട്. അവൾ ദേവാലയത്തിൽ പോകുമ്പോഴൊക്കെയും തൻ്റെ പ്രതിയോഗി അവളെ മുഷിപ്പിച്ചു. ആര്? പെനീന മുഷിപ്പിച്ചു. അപ്പോൾ പോലെ ഒരു സമാധാനം കൊടുക്കുകയല്ലേ.
അപ്പോൾ വിഷമിക്കുമ്പോൾ ഹന്നയോട് പറയുന്ന വാക്കാണ്. സത്യം പറഞ്ഞാൽ ഈ ഭർത്താവിനെ സമ്മതിക്കണം. നമ്മളെങ്ങാണമായിരുന്നെങ്കിൽ ടേൺ വെച്ചേ ഇവരെ കൊണ്ടുപോകത്തുള്ളൂ. ഒരു വർഷം നീ, അടുത്ത വർഷം അവൾ വരട്ടെ, ഒന്നിച്ചു മുട്ടിച്ച പ്രശ്നമാണ്. ഈ അപ്പൻ ചെയ്ത കാര്യം, നീ ഒരു പ്രതിസന്ധി ആണെങ്കിലും പെനീനെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഭയങ്കര സംഭവം അത്. ഈ അപ്പൻ രണ്ടുപേരെയും കൊണ്ടുപോവാ. ഈ കരയുന്ന ഈ ഹന്നയ്ക്ക് പറയുന്നൊരു വാക്കാ, ഹന്നേ, ആ വാക്ക് ശ്രദ്ധിക്കുക. നമ്മളുടെ ഭാര്യമാരെ ഈ വിളിച്ച് എപ്പോഴായിരിക്കും സാധാരണ വിളി? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഒരു മാസം നല്ല വിളിയാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പാന്നേലും നല്ല വിളിയാണ്. ഒരു 1-2 വർഷം കഴിയുമ്പോൾ ഈ വിളി അങ്ങ് കുറയും. കിലോമീറ്റർ കണക്കിന് നീളമാ. ഹന്നേ, നീ കരയുന്നതെന്ത്? പറയുക, നിനക്ക് ഞാൻ 10 പുത്രന്മാരെ. എല്ലാ ഭാര്യമാരും വരയ്ക്കേണ്ട ഏറ്റവും വലിയ ഭാഗമാണ്, അണ്ടർലൈൻ ചെയ്യണം. നിനക്ക് ഞാൻ 10 പുതിയ ഭാഷ. ഈ ഭാഷ വീട്ടിൽ ഉണ്ടാകുമ്പോൾ ശമൂവേൽ രൂപപ്പെടുക. ഇങ്ങനൊരു വാക്ക് ഹന്ന കേൾക്കുമ്പോൾ അവൾക്ക് പ്രതീക്ഷയാണ്, അവൾക്ക് എനർജിയാണ്. എൻ്റെ കൂടെ എനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഷ എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ പള്ളിയിലോട്ട് വരുമ്പോൾ ആദ്യം ഞായറാഴ്ച രാവിലെ കാണുമ്പോൾ ഉള്ള ഭാഷ, ചിലരുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, മുഖത്തൊരു നീരുണ്ടല്ലോ. ഞായറാഴ്ച രാവിലെ ഇവിടെ കുർബാനയൊന്ന് കഴിയട്ടെ, നീരിന് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ കയ്യിൽ? ഇല്ല. കൊയറ് പാടുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? കുഴപ്പമില്ലായിരുന്നു. ശരിയാക്കാൻ വല്ലതും കയ്യിലുണ്ടോ? ഇല്ല. എല്ലാ ഞായറാഴ്ചയും ചില ആളുകൾ എന്നെ കാണുമ്പോൾ പറയും, വണ്ണം കൂടി കേട്ടോ അച്ഛാ, വണ്ണം കുറയ്ക്കാൻ നിൻ്റെ കൈ വല്ലോ ഇപ്പം തരാനുള്ള കുർബാനയൊന്ന് ചൊല്ലിക്കഴിയട്ടെ. ഭാഷ, വാക്ക്. പഴയ കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഏറ്റവും മോശമായ കാര്യത്തിന് ഏറ്റവും നല്ല വാക്കാണ്. ഒത്തിരി മഴ, നല്ല മഴ, നല്ല മഴ. ഒത്തിരി വഴക്കുള്ള പള്ളി, നല്ല വഴക്കുള്ള പള്ളിയാണ്. ഒത്തിരി നല്ലപോലെ പഴുത്ത പഴം, നല്ല മഴ, നല്ല പഴം. നല്ല തലവേദനയാണ് ഇന്ന് ഒത്തിരി പഴുത്ത പഴത്തിന്. അളിഞ്ഞ പഴം, പന്ന പള്ളി, നശിച്ച തലവേദന. ഏറ്റവും മോശത്തിന് ഏറ്റവും വാക്ക് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഇപ്പോഴത്തെ വാക്ക് ഏറ്റവും മോശം വാക്കാണ്. ജെനസിസ് ചാപ്റ്റർ 1, ദൈവം ലോകത്തോട് പറഞ്ഞ ആദ്യത്തെ 2 വാക്കുകൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 1 ഉണ്ടാകട്ടെ, 2 പറഞ്ഞു ഗുഡ്, നല്ലത്. ഈ മോശം പിടിച്ച പാഴും ശൂന്യവുമായ മണ്ണിൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു, ഇറ്റ് ഈസ് ഗുഡ്. Then he created human being out of dust. നല്ലതെന്ന് പറയാതെ ഒന്നിനെയും സൃഷ്ടിക്കാൻ സാധിക്കത്തില്ല. നല്ലതെന്ന് പറയാതെ ഒന്നിനെ സൃഷ്ടിക്കാൻ സാധിക്കത്തില്ല. ഹന്നേ, നിനക്ക് ഞാൻ 10 പുത്രന്മാരെക്കാളും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, വിശ്വാസ സമൂഹമേ, നല്ലതെന്ന് പറ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയ വാക്കും ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കും എന്നും പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്നിറങ്ങി തിരിഞ്ഞു കഴിയുന്ന കൃപയില്ലാത്തൊരു വാക്ക്, ഒരാൾക്ക് രുചി വരുത്തുന്ന വാക്ക് പറയാൻ എന്നെ സഹായിക്കണമേ. 1, ഹി ക്രിയേറ്റഡ് ന്യൂ ഹാബിറ്റ്. 2, ഹി ക്രിയേറ്റഡ് ലെസൺസ് ഓഫ് കെയറിങ് ആൻഡ് ലവ്. 3, he created new dialect. 4, he created experiences out of crisis. പ്രതിസന്ധിയിലെ അനുഭവമാക്കി ഈ എൽക്കാന തീർത്തു. ഈ 8-ാം വാക്യത്തെ തന്നെ ശ്രദ്ധിച്ച്, ഹന്നേ, നീ കരയുന്നതെന്തിന്? നിനക്ക് ഞാൻ 10 പുത്രന്മാരെക്കാളും നല്ലതല്ലയോ? നോക്കൂ, നിനക്ക് മക്കളില്ല, നിനക്കൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇതൊരനുഭവമാണ്. ഞാനില്ലയോ നിൻ്റെ കൂടെ? ഞാൻ നിനക്ക് മക്കളെക്കാളും നല്ലതായിട്ടില്ലയോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശ്വാസ സമൂഹമേ, ഒന്ന് ഓർത്ത് നോക്കിക്കേ.
കോവിഡ് ദൈവ പൈതലിന് ഒരു രോഗമല്ല, ഒരനുഭവമാണ്. ഈ നിലമ്പൂർ ടൗണിൽ കൂടെ നിങ്ങൾ വണ്ടിയെ പോകുമ്പോൾ ലോറി വന്ന് നമ്മുടെ വണ്ടിയെ ഇടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. ഒരു പക്ഷേ നമ്മൾ ബ്രേക്ക് പിടിച്ചോ, മറ്റൊരുത്തൻ ബ്രേക്ക് പിടിച്ചോ ആ നിർത്തിയത്. നിങ്ങൾ എന്ത് പറയും? ഓ, വണ്ടി നല്ല ബ്രേക്ക് ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആ പാണ്ടിക്കാരൻ ഡ്രൈവർ നല്ല ചവിട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെയാണോ പറയുന്നത്? ദൈവ പൈതൽ പറയും, എൻ്റെ ദൈവത്തിൻ്റെ കരമാ എന്നെ രക്ഷപ്പെടുത്തിയത്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ദൈവത്തിൻ്റെ കരമാ. ഇന്ന് ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കരമാ. ഇതാ അനുഭവം. ഏതൊരു ക്രൈസിസിനെയും അനുഭവമാക്കി മാറ്റിക്കൊടുക്കാൻ ഒരപ്പന് ഒരമ്മയ്ക്ക് വീട്ടിൽ റോളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കത്തില്ലേ, യാത്ര പോകുന്ന അബ്രഹാമും ഇസ്ഹാക്കിൻ്റെ അടുക്ക് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വേലക്കാരെ നിർത്തിയിട്ട് മോറിയ മലയിലേക്ക് യാഗം കഴിക്കാൻ പോകുമ്പോൾ ചെറുക്കൻ ചോദിച്ച ചോദ്യം അപ്പനോട് ചോദിച്ചു, ഡാഡ്, വേർ ഇസ് ദ ലാം? എവിടെയാ ആട്? അപ്പോൾ ഏതൊരപ്പനും പറയേണ്ട, നമ്മളുടെ മക്കളോട് നമ്മൾ പറയേണ്ട ഏറ്റവും നല്ല അനുഭവത്തിൻ്റെ വാക്കാ എന്താ? യഹോവ കരുതിക്കൊള്ളും. ലോർഡ് വിൽ പ്രൊവൈഡ്. നമ്മളുടെ ജീവിതത്തിൻ്റെ സാധ്യതകളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടിൻ്റെയോ ഒക്കെ മധ്യത്തിൽ നമ്മൾ എൽക്കാന പറഞ്ഞു കൊടുക്കേണ്ട വാക്കാണ്, മോനെ, ദൈവം കരുതും. ഇത് അനുഭവമായി രൂപപ്പെടുത്തി എടുക്കണം. അപ്പന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? പിള്ളേരെപ്പോഴും പറയും, ഞങ്ങളുടെ അമ്മ വേദനയോടെ പ്രസവിച്ചു, ഞങ്ങളുടെ അമ്മ കരഞ്ഞു, വേദനയോടെ പ്രസവിച്ചു. പ്രസവിച്ച സമയത്ത് AB നെഗറ്റീവ് ബ്ലഡിന് വേണ്ടി ഓടി അപ്പനെ നിനക്കറിയാവോ? AB നെഗറ്റീവ് ബ്ലഡ് എങ്ങും കിട്ടത്തില്ല. ആ അപ്പൻ ഓടിയ ഓട്ടം. ലൂക്ക് ചാപ്റ്റർ 2, ഒഗസ്ത്യോസ് കൈസറുടെ കൽപ്പന പ്രകാരം സെൻസസ് കാനേഷുമാരിക്ക് വേണ്ടി ബേത്ലഹേമിലേക്ക് പോവുക. അത് ആ യാത്ര നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഗർഭിണിയായ ഭാര്യയും കൊണ്ടാണ് പോകുന്നത്. ഏകദേശം 3 ദിവസത്തെ യാത്രയുള്ള ടെറൈനാണ്. മലയിടുക്കിലൂടെ വാഹനമൃഗത്തിലോ എങ്ങനെയും പോയി, തനിയല്ല പോകുന്നത്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ, ഭർത്താവ് എന്ന നിലയിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യ പറയും, ഞാനും വരുക. ഒരു സാധാരണ ശരാശരി ഭർത്താവിനെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ പോയി കാര്യം നടത്തിക്കൊണ്ട് വരാനാണ് നമുക്കിഷ്ടം. ഞാനും വരുക. ഇവിടെ ഞാൻ വന്നതാരാ? പൂർണ്ണ ഗർഭിണിയായ ഭാര്യ. ആ ബേത്ലഹേമിൻ്റെ രാത്രിയിൽ ചെന്നപ്പോൾ ഒരു കാര്യം ഈ ഭർത്താവിനോട് ഈ ഭാര്യ പറഞ്ഞു, കന്യകമറിയം പറഞ്ഞു, എനിക്ക് പ്രസവിക്കണം. ഒരു മനുഷ്യനും കേൾക്കാൻ വയ്യാത്തൊരു കാര്യമല്ലേ സുഹൃത്തെ? ഇങ്ങനെയൊക്കെ പറയുക എന്തോ ഒരു പ്രശ്നമാണ്. സത്രങ്ങളെല്ലാം നിറഞ്ഞു കിടക്കുന്ന രാത്രി, എവിടെ ചെന്ന് തലയൊളിക്കുമെന്ന് നട്ടം തിരിയുന്ന രാത്രി പറയുക, എനിക്ക് പ്രസവിക്കണം. മറ്റൊരാളുടെ അടുത്ത് നിന്ന് ഈ പ്രസവം മറച്ചു വയ്ക്കാൻ പാടുപെടുന്ന ഒരപ്പനെ നിങ്ങളൊന്ന് ഓർത്തേ. ഈ ജോസഫിനെ മനസ്സൊന്ന് ഓർത്ത് നോക്കിക്കേ. പാടുപെടുക. ഈ കൊച്ചിൻ്റെ കരച്ചിൽ ആ രാത്രിയിലത് ശമിപ്പിക്കാൻ ഈ അപ്പൻ എത്ര കഷ്ടപ്പെടും. ജോസഫിനെ വല്ലപ്പോഴും ക്രിസ്മസിന് നമ്മൾ ഓർക്കത്തേ ഉള്ളൂ. എല്ലാ അപ്പനും എന്നും ഓർക്കേണ്ട വലിയ കഥാപാത്രമാണ്, ഒരു വലിയ പിതാവാണ് ജോസഫ്. തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഹെരോദാവിൻ്റെ സൈന്യത്തിനെതിരെ യുദ്ധമാണ്. ഓടുക. തിരിച്ചു വരുമ്പോൾ ലൂക്ക് 2:40 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, സന്നദ്രീൻ സംഘത്തിൻ്റെ മുമ്പിൽ ന്യായപ്രമാണത്തിൻ്റെ പുത്രനെന്ന പദവി കിട്ടാൻ പഠിപ്പിച്ചു. ടെക്നോൺ മരയാചാരിയാണ്. അന്നന്ന് പോയി ജോലി ചെയ്ത് കാര്യം നീക്കുന്ന പാവപ്പെട്ട മനുഷ്യനാണ്. അപ്പൻ രൂപപ്പെടുത്തിയ വഴികൾ, അനുഭവത്തിൻ്റെ വഴികൾ. കരുനാഗപ്പള്ളിയിൽ ഒരപ്പനെ ഞാൻ ഓർക്കുകയാണ്. 38 വർഷം ഗൾഫിലാണ്. 3 പെൺപിള്ളേർ. 38 വർഷത്തെ ഒരു കൺസ്ട്രക്ഷൻ തൊഴിലാളിയായിട്ട് പ്രവർത്തിക്കുക. കറുത്ത് വെയിൽ കൊണ്ട് ഊപ്പാട് വന്ന മനുഷ്യൻ. 38-ാം വർഷത്തിൽ നടുവിന് കണ്ണി ഇളകിയ എൻ്റെ അസുഖത്തിന് കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. വീട് വെച്ചിട്ടില്ല. 5 സെൻറ്റ് കണ്ടം വാങ്ങി നികത്തി ഇട്ടിട്ടുണ്ട്. 3 മക്കളെ BSc നഴ്സിംഗ് പഠിപ്പിച്ചു.
കെട്ടിച്ചു വിട്ടു. അവർക്ക് മക്കളുണ്ടായി. 38 വർഷവുമായി. ലോണെടുത്ത് ഒരു കൊച്ചു വീട് വെച്ചു. ആ വീട്ടിൽ കയറാനായിട്ട് വരുന്ന സമയമാണ്. ഒരു വ്യാഴാഴ്ച ദിവസം കരുനാഗപ്പള്ളി ടൗണിൽ നിന്നും മിൽമ ബൂത്തിൽ പാല് വാങ്ങിച്ച് തിരിച്ചു വന്നപ്പോൾ കൊല്ലത്തുനിന്ന് വന്ന ടാങ്കർ ലോറി ഇവൻ്റെ മണ്ടയിൽ കൂടെ കയറി ഇറങ്ങി. പുതിയ സ്വപ്നമുള്ള വീട്ടിൽ ഇവൻ്റെ ബോഡിയാണ് വെച്ചത്. മക്കളുടെ വളർച്ച കണ്ടില്ല, അവരുടെ കളികൾ കണ്ടില്ല, അവരുടെ കല്യാണത്തിന് അധികം നിൽക്കാൻ പറ്റിയില്ല, കൊച്ചുമക്കളുടെ കടം കഴിഞ്ഞില്ല. ഇതാണ് അപ്പൻ. അപ്പന്മാരുടെ മരണമൊന്നും നമ്മളധികം ഓർത്തിരിക്കുന്നത്, മരിച്ചു കഴിയുമ്പോഴാണ് മരിച്ചല്ലോ എന്ന് ഓർക്കുന്നത്. ഒരപ്പൻ രൂപപ്പെടുത്തിയ അനുഭവത്തിൻ്റെ വഴികൾ. എൽക്കാന, നിൻ്റെ മകൻ ശൗമേലിന് നീ കൊടുത്ത ജീവിതത്തിൻ്റെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം രൂപപ്പെടുവാൻ ഏറ്റവും ബെസ്റ്റ് ദുരന്തങ്ങളെ അനുഭവങ്ങളാക്കി കാണണം. നമ്മുടെ സഭയിലെ ഏറ്റവും വലിയ പാട്ടുകാരനായിരുന്നല്ലോ സാജൻ പി മാത്യുച്ചൻ. അച്ഛൻ്റെ അനുഭവങ്ങളെപ്പറ്റി നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. മൂക്കിൽ ക്യാൻസർ വന്നു, വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. ശബ്ദം പോയി, കണ്ണീര് വരുന്നില്ല, രുചിയുടെ ഗ്ലാൻസ് എല്ലാം നിന്നുപോയി. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കീമോതെറാപ്പി കഴിഞ്ഞ് കിടക്കുമ്പോൾ ഈ അച്ഛൻ ചിന്തിച്ചു, ഇനി എനിക്ക് എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഇനി മനോഹരമായ ശബ്ദമില്ലല്ലോ, കുർബാനയെല്ലാം സാധിക്കുന്നില്ലല്ലോ, എൻ്റെ രൂപം തന്നെ വികലമായി പോയല്ലോ. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് തൊട്ടടുക്കിൽ നിന്ന് ടീപ്പോയിൽ ഒരു ചുമ്മാതൊരു പുസ്തകം, ബോബി ജോസ് കട്ടിക്കാടിൻ്റെ ബുക്കാണ്. ആ ധ്യാന ഗുരുവിൻ്റെ പുസ്തകം ചുമ്മാതെടുത്ത് നോക്കിയപ്പോൾ ഒരു ധ്യാനം കണ്ണിലുടക്കി. 2 പേര് ധ്യാനത്തിനായി പള്ളിയിൽ പോവുകയാണ്. ഒരാൾ പറഞ്ഞു, അപ്പോൾ വലിയൊരു മഴ വന്നു. ഒരാൾ പറഞ്ഞു, എന്തൊരു മഴ, ഞാൻ എപ്പോൾ പള്ളിയിൽ പോകാൻ വരും ഇങ്ങനെ മഴ വരും. അപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞു, സുഹൃത്തെ അങ്ങനെ പറയില്ല കേട്ടോ, ഈ മഴയും തോരും. പറഞ്ഞതിനുള്ളിൽ ആ മഴ തോർന്നു. അച്ഛൻ വരികൾ കുറിച്ചത് ഇന്ന് പ്രശസ്തമായ വരികളാണ്. ഹന്ന, നിൻ്റെ ജീവിതത്തിൻ്റെ മഴയും തോരും. എൽക്കാന, നിൻ്റെ ജീവിതത്തിൻ്റെ മഴയും തോരും. നിനക്ക് ഈ പ്രതിസന്ധി ഒരു അനുഭവമാണ്. അച്ഛൻ്റെ വരികൾ എന്താണ്? ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ, കല്ലും മുള്ളും പൊള്ളുന്ന വെയിലിൽ എല്ലാമൻ നാഥൻ്റെ. ഹന്ന എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്, എൽക്കാനെ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. കല്ലും മുള്ളും പൊള്ളുന്ന വെയിലും ദുരന്തമല്ല, അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. കല്ലും മുള്ളും പൊള്ളുന്ന വെയിലും എല്ലാമൻ നാഥൻ്റെ സമ്മാനമാ. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. He created new habit. He created lessons of caring and love. He created new dialect, പുതിയ ഭാഷ. He created experience out of crisis. ദുരന്തങ്ങളെ അനുഭവങ്ങളാക്കി രൂപപ്പെട്ടു. രണ്ടാമത്തെ ഘടകം മദർ ഫാക്ടർ. ഹന്ന എങ്ങനെയാണ് ആ വീടിനെ രൂപപ്പെടുത്തിയത്? ഹന്ന 3 രീതിയിലാണ് ഈ വീടിനെ രൂപപ്പെടുത്തിയത്. നമ്മൾ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ
അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു, കരഞ്ഞു. അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവൻ്റെ തലയിൽ ശൗരക്കത്തി തൊടുകയില്ല. അമ്മ രൂപപ്പെടുത്തിയ ഒന്നാമത്തെ വഴി ഷിപ്രയും സിമ്പിളാണ്. അവൾ പ്രാർത്ഥിച്ചു. ഹന്നയുടെ പ്രാർത്ഥന ഇമ്പോർട്ടൻ്റ് പ്രാർത്ഥനയാണ്. അമ്മമാരെല്ലാം വരച്ചെടുക്കണം. എന്താ? സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി, ലുക്ക് അൺടു മീ, നീ എന്നിലേക്ക് നോക്ക്. നോക്കൂ, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ലുക്ക് അൺടു മൈ അഫ്ലിക്ഷൻ. വാട്ട് ഈസ് അഫ്ലിക്ഷൻ? കോസ് ഓഫ് സഫറിങ്. എന്നെ പറയുക, എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം നീ നോക്കണമേ. പ്രാർത്ഥനയെ പറ്റി പറയുന്ന വാക്കാണ്. അവൾ ഒരു നേർച്ച നേർന്നു. പ്രാർത്ഥന ഒരു നേർച്ച പോലെ. അവൾ ഒരു നേർച്ച നേർന്നു. എന്നിട്ട് പറയുക, നീ എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം നോക്കണമേ. നീ എന്നെ നോക്കിയാൽ നീ എന്നെ മറക്കത്തില്ല. പ്രാർത്ഥന നമ്മുടെ അത്യാവശ്യത്തിലേക്ക് ദൈവത്തെ ക്ഷണിക്കുന്നതിൻ്റെ പേരാണ്. ഒരു പൊറുവെറുപ്പാണ്, ഒരു നെടുവീർപ്പാണ്. നീ ഒന്ന് നോക്കിക്കേ, എന്താണ് കോസ് ഓഫ് സഫറിങ്? ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? ബാരൻനെസ് ഓഫ് മൈ ജനറേഷൻ. എനിക്ക് തലമുറകളില്ല. ബാരൻനെസ് ഓഫ് മൈ വൂംബ്. എൻ്റെ ഗർഭപാത്രം വന്ധ്യമാണ്. പഴയകാലത്ത് റബിമാർ പറയുന്നൊരു കാര്യം, ശപിക്കപ്പെട്ട സ്ത്രീകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശപിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ സ്ത്രീകൾ, ഒന്ന്, ഗർഭപാത്രം തുറക്കാത്ത സ്ത്രീ, മക്കളില്ലാത്തവർ. നോക്കൂ കർത്താവേ, യഹോവേ, നീ നോക്കൂ, ഈ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ എൻ്റെ പേര് വരത്തില്ല. ഒരു വാക്കാണ് ലിമിനൽ ലൈഫ്സ്, ഇടർമ്മ ജീവിതങ്ങളാണ്. UN-ൻ്റെ റിപ്പോർട്ട്, ഒരു എസ്സേ പോലെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വായിച്ചത്, ഉക്രൈൻ യുദ്ധത്തിൽ ഒരു വർഷമായി ഉക്രൈനിൽ നിന്ന് മാൾഡോവയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ സംഭവമാണ്. കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, തകർക്കപ്പെട്ട ജീവിതങ്ങളെ, ഇടർമ്മ ജീവിതങ്ങൾ, ലിമിനൽ ലൈഫ്സ്. നോക്കൂ, എൻ്റെ ജീവിതം ഒന്ന് നോക്കൂ. എനിക്ക് മക്കളില്ല. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കുഞ്ഞുണ്ടാകുക. എത്ര വർഷം കഴിയാലും നമ്മൾ അറിയാതെ ചോദിക്കുക, മക്കൾ എത്ര ഉണ്ട്? കണ്ണു നിറഞ്ഞു പോകും. ഒരു ഇവിടെ പറയുക, എനിക്കൊരു കുഞ്ഞില്ലല്ലോ. ഷീ പ്രൈഡ്. പറയുക, നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ അവനെ നിനക്ക് തരാം. ഇപ്പോൾ നല്ല പ്രവാചകന്മാർ ഇസ്രായേലില്ലല്ലോ, ഇപ്പം നല്ല ന്യായാധിപന്മാർ ഇസ്രായേലില്ലല്ലോ. നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ നല്ലൊരു പ്രവാചകനെ ഞാൻ തിരിച്ചു തരാം. ദൈവത്തോടൊപ്പം പ്ലഡ്ജ് ചെയ്യുക. ശൗരക്കത്തി തൊടത്തില്ല. ന്യായപ്രമാണത്തിൽ ലേവൈറ്റ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നൊരു വാക്കാണ്, ലേവ്യ പുസ്തകത്തിൽ. ചില കാലത്തേക്ക് യഹോവയ്ക്ക് വേണ്ടി നാസറൈറ്റായിട്ട് കുഞ്ഞുങ്ങളെ കൊടുക്കും. തലമുടി വളർത്തും. അവർ വീഞ്ഞോ മദ്യമോ കുടിക്കാത്ത യഹോവയ്ക്ക് വേണ്ടിയുള്ള കുഞ്ഞുങ്ങൾ. പറയുകയാണ് ഈ അമ്മ, നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഈ ദേശത്തിൻ്റെ പ്രതിസന്ധിക്ക് പരിഹാരമായി നല്ലൊരു ന്യായാധിപനെ, നല്ലൊരു പുരോഹിതനെ, നല്ലൊരു പ്രവാചകനെ ഞാൻ തരാം. എനിക്ക് വേണ്ടിയല്ല ഈ കുഞ്ഞ്, നിനക്ക് വേണ്ടിയാണ്. പ്രാർത്ഥിക്കാത്ത അമ്മമാരുണ്ടോ? ഇന്ന് ഈ ദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി വരുമ്പോൾ നമ്മൾ വസ്തു കിട്ടിയതിനെ പറ്റിയാണ്, ഭൂമി കിട്ടിയതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഒത്തിരി ഏക്കർ ഭൂമി പിടിച്ചു, രോഗത്തിൻ്റെ മധ്യത്തിൽ പടവാള് വെട്ടി. ഓർക്കാത്തൊരു കാര്യമുണ്ട്, അന്നേരമെല്ലാം കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് വീർത്ത അമ്മമാരുടെ കഥകളില്ലേ? എത്രയോ അമ്മമാർ കരഞ്ഞു കാണും. ഒരു ദേശത്ത് നിന്ന് സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് ഈ ദേശത്തേക്ക് വരുമ്പോൾ ഭൂമി കിട്ടുന്നതിനപ്പുറമായി എത്രയോ ഒരുക്കത്തിൽ, ഒരു അനിശ്ചിതാവസ്ഥയിലേക്കല്ലേ വരുന്നത് കുടുംബം, കുഞ്ഞുങ്ങളെയും കൊണ്ട്, ഭർത്താവ്. ഇവിടെ വരുമ്പോൾ രോഗം. കരയുന്ന എത്രയോ അമ്മമാരുണ്ടായിരുന്നു. അവരുടെ കണ്ണീരിൻ്റെ വിലയാണ് ഇന്ന് ഈ നാട്. കരച്ചിൽ. അമ്മമാർ കരയാത്ത ഭവനങ്ങളുണ്ടോ? കിടക്കപ്പായലെ പ്രാർത്ഥന ഏതൊക്കെ വീട്ടിലുണ്ടോ അവിടെ എല്ലാം നല്ല ശമൂവേലിൻ്റെ പുണ്യങ്ങളുണ്ടല്ലേ. കരച്ചിലേ ഉള്ളൂ ഇതിന് പരിഹാരം. അമ്മമാരുടെ പ്രാർത്ഥനയൊക്കെ എന്ത് ശക്തമാണ്. എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയുടെ പാട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഞങ്ങൾ 7 പേരാണ്, 6 പെണ്ണും ഞാനൊരാണ്.
അപ്പോൾ എൻ്റെ അമ്മ 4 മണിക്ക് എഴുന്നേറ്റ് പാട്ട് പാടുന്ന ഇപ്പോഴും ഞാൻ അവർ മരിക്കുന്ന സമയത്ത് ഈ പാട്ടാണ് പാടിയത്. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനേ എന്നെ വിടല്ലേ. അമ്മമാർക്ക് മാത്രമേ അത് പാടാൻ പറ്റത്തുള്ളൂ. അപ്പന്മാർക്ക് മാക്സിമം പാടാൻ പറ്റുന്നത് നിൻ്റെ ഗീതം പോലെ എന്നെ. ആ പാട്ടൊക്കെ പാടാനുള്ള ബലമേ ഉള്ളൂ. 4 മണിക്ക് ഈ പിള്ളേരെ കെട്ടിച്ചു വിടട്ടെ. ഒന്നിനു വേണ്ടി ഒന്നായി KSRTC പാർക്ക് ചെയ്ത പോലെ പാർക്ക് ചെയ്ത് വെച്ചേക്കുക. എത്രയോ വർഷം. സാധാരണക്കാല പഴയ കാലത്ത് പെൺകുഞ്ഞുങ്ങൾ വന്ന അമ്മമാരോട് പറയുന്നത് നിൻ്റെ കുഴപ്പം കൊണ്ടാണ്, നീ ചരിത്രം മാറിയെന്ന് സയൻസ് മാറിയെന്നും അറിയത്തില്ല, നീ ആ കുഴപ്പക്കാരി. ഇതെല്ലാം വഹിച്ച് ഇതോർത്ത് ഭാരപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് സത്യം പറഞ്ഞാൽ ഈ പാട്ടൊക്കെ പാടുമ്പം ഞാൻ കിടന്ന് ഇപ്പം തലച്ചോറിനൊരു ഗുണമുണ്ട്. ഈ 4 മണിക്കൊക്കെ പാട്ട് കേൾക്കുമ്പോൾ അതങ്ങ് സ്വപ്നമായിട്ടങ്ങ് മാറ്റും. മഴ പെയ്യുന്ന പോലെ അങ്ങ് തോന്നുക. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനേ എന്നെ വിടല്ലേ, കൊതിയോടു ഞാൻ വരുന്നേ എൻ്റെ സങ്കടമൊന്നു കേൾക്കണേ. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. 82-ാമത്തെ വയസ്സിൽ കാപ്പിൽ മർദ്ദമപ്പള്ളിയിൽ വെച്ച് ഈ പാട്ട് പാടിയാണ് എൻ്റെ അമ്മ മരിച്ചത്. നോക്കൂ സുഹൃത്തേ, ഷീ പ്രൈഡ്. പൊട്ടിയ ഒരു വീട്ടിൽ ഒരമ്മ പറയുക, നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാൻ അവനെ തിരിച്ചു തരാം. ഷീ പ്രൈഡ്. രണ്ടാമത് ഷീ കണക്റ്റഡ്. 1 അവൾ പ്രാർത്ഥിച്ചു, 2 ഷീ കണക്റ്റഡ്, അവൾ ബന്ധപ്പെടുത്തി. നോക്കൂ, 1 ശമൂവേൽ 1-ാം അധ്യായത്തിന് 24 മുതൽ 28 വരെ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. 1 ശമൂവേൽ ചാപ്റ്റർ 1 വേഴ്സസ് 24-28. എന്താ? അവന് മുലകൂടി മാറിയ ശേഷം അവൾ 3 വയസ്സുള്ള പ്രായമുള്ള ഒരു കാളയെയും ഒരു പറമാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുപോയി. ഇവൾ പ്രാർത്ഥിച്ചപ്പോൾ ഏലി പറഞ്ഞു, തുടർന്ന് വായിക്കുമ്പോൾ അറിയാം, വീടിച്ചെന്ന് വായിച്ചാൽ മതി, നിൻ്റെ വീഞ്ഞിറങ്ങട്ടെ. അപ്പോൾ അവൾ പറയുക, എന്നാ പറയുക, ജവാനിനെ എന്നെ ഒരു നീച സ്ത്രീയായിട്ട് കാണല്ലേ. എന്താ ഏലി അങ്ങനെ പറയാൻ കാര്യം? ഏലി അങ്ങനെ പറയാൻ കാര്യമുണ്ട്. 3-ാം ദിവസം വീഞ്ഞ് കുടിച്ച് സമാഗമന കൂടാരത്തിൽ നൃത്തം ചെയ്യുമ്പോൾ ചില സ്ത്രീകൾക്ക് മത്ത് പിടിക്കും. അപ്പോൾ പിച്ചുമ്പയൊക്കെ പറയും. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് ഏലി പറയുന്നത്, നോക്കൂ, ഈ അമ്മ നൃത്തവേളകളെ, വിശ്രമവേളകളെ പ്രാർത്ഥനാവേളകളാക്കിയവളാണ്. യജമാനെ, എൻ്റെ ഹൃദയം ഞാൻ പകരുകയാണ്. യഹോവയുടെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ അമ്മ ഹന്ന ഹൃദയത്തെ പകർന്നപ്പോൾ, ഇവൾ ദൈവത്തെ ഓർത്തപ്പോൾ കൃത്യം യഹോവ ഇവളെ ഓർത്തു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട പിതാവേ, മാതാവേ, ആരൊക്കെ ദൈവത്തെ ഓർത്താലും അവൻ കടമിടാത്ത ദൈവമാ. അവൻ കൃത്യമായിട്ട് അവളെ ഓർത്തു. അവൾ വീണ്ടും അവനെ ഓർത്തു. 3 വയസ്സായപ്പോൾ, മുലകുടി മാറിയപ്പോൾ അമ്മ കണക്റ്റഡ് സാമുവേൽ ടു ദ ചർച്ച്. അമ്മ കുഞ്ഞിനെ പള്ളിയുമായിട്ട് ബന്ധപ്പെടുത്തി. ഏറ്റവും ബ്യൂട്ടിഫുൾ വാക്കാണ്. അമ്മ കുഞ്ഞിനെ പള്ളിയുമായിട്ട് കണക്ട് ചെയ്തു. എങ്ങനെയാണ് കൊടുക്കുന്നത്? 3 വയസ്സുള്ള കാള, ഒരു പറമാവ്, ഒരു തുരുത്തി വീഞ്ഞ്. എന്താ അതിൻ്റെ അർത്ഥം? 3 വയസ്സുള്ള ഈ കുഞ്ഞിനെ ഒരു യാഗം പോലെ കൊടുത്തു എന്നാണ്. ഇവൾ ഈ കുഞ്ഞിനെ കാണുന്ന ഒരു യാഗമായിട്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിവേദിക്കുക. 3 വയസ്സുള്ള കാളെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അറക്കാൻ വേണ്ടി ഈ അമ്മ എറിഞ്ഞു കൊടുക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഒന്ന് ഈ ഭാഗം കേൾക്കുമ്പോൾ ശീലോവിനെ പറ്റി അറിയാത്ത അമ്മയാണോ ഇത്? അല്ല. ശീലോവിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ അവിടെ ഒരച്ഛനും 2 പിള്ളേരും. ഏലി അച്ഛൻ കണ്ണ് കാണത്തില്ല, വൃദ്ധനായിരുന്നു, കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. നമ്മൾ വായിക്കുന്ന തിമിരം ബാധിച്ച പുരോഹിതൻ. 2 മക്കൾ, യുവ പുരോഹിതന്മാർ, ഹോഫ്നി, ഫിനെഹാസ്. 12 വാക്യങ്ങളിൽ യഹോവയെ ഓർക്കാത്തവരും ദുഷ്ടന്മാരും നീചന്മാരും. അവർ ചെയ്യുന്ന 2 പ്രശ്നം. 12 വാക്യങ്ങളിൽ യാഗം കഴിക്കുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നവർ,
ഭക്ഷണാസക്തിയാണ്, ഗ്ലിറ്റനിയാണ്, ഓവർ ഈറ്റിംഗ് ഹാബിറ്റ്, ഭക്ഷണത്തെ പറ്റിയുള്ള ആസക്തി. രണ്ടാമത്തെ ആസക്തി 22 മുതലുള്ള വാക്യങ്ങളിൽ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകളുമായി ശയിക്കുക, ഇമ്മോറൽ ട്രാഫിക്, അതും മാംസദാഹമാണ്. ശീലോവിൻ്റെ സ്ഥിതിയാണ്. ഈ ശീലോവിൻ്റെ സ്ഥിതിയിൽ ഹോഫ്നിയും ഫിനേഹാസിനും ഉള്ളിടത്ത് ഈ അമ്മയ്ക്കറിയത്തില്ലയോ ഈ ചെറുക്കൻ ഇങ്ങനായി പോകുന്നു. അമ്മ കണക്റ്റഡ് സാമുവേൽ ടു ദ ചർച്ച്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദൈവജനമേ, ഇന്ന് വാട്സപ്പ് തുറന്നാൽ എല്ലാം സഭയെ പറ്റിയുള്ള കുറ്റങ്ങളെ കേൾക്കാറുള്ളൂ. ഒത്തിരി നല്ല കാര്യം, ഒറ്റ കാര്യം. പിള്ളേർ എന്തിനാടാ പോകുന്നേ? പണ്ട് പ്രസവിച്ച ശ്വാസകോശത്തിനൊരു കുഞ്ഞ് തകരാറ്, ശ്വാസം മുട്ടൽ, തല കൈവച്ചു. ഇവനെ കർത്താവിന് വേണ്ടി സുവിശേഷ വേലയ്ക്ക് കൊടുക്കുക, കൊടുക്കണ്ട, കൊടുക്കുക. 10ാം ക്ലാസ് നല്ല ഇറച്ചി മീനുമൊക്കെ കഴിച്ചപ്പോൾ ശ്വാസകോശമൊക്കെ റെഡിയായി, ഭക്ഷണമൊക്കെ റെഡിയായി. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടി. കൊടുക്കുന്ന നോക്കാച്ചോ. ഇപ്പോൾ പിള്ളേരെ പറ്റി അങ്ങനെ തീരുമാനിക്കാനൊന്നും പറ്റത്തില്ല. നല്ല ഉയർന്ന ലെവലിൽ ഡിഗ്രി എല്ലാം പാസ്സായി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പറയുക അന്ന് തീരുമാനിച്ചല്ലോ. കുഞ്ഞുങ്ങളെ പറ്റി നമ്മളങ്ങ് തീരുമാനിക്കുന്നത് ശരിയാണോ? അങ്ങനെയല്ല. നോക്കൂ, ഈ അമ്മ ഈ ശീലവും നല്ലതാണെന്നാണോ അറിയാവുന്നത്? അല്ല, പ്രതിസന്ധിയുണ്ട്. ഇപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ്. ദിസ് ഈസ് ദ ബ്യൂട്ടിഫുൾ ആൻഡ് സൂട്ടബിൾ ടൈം. ബ്രിങ് യുവർ ചിൽഡ്രൻ. ഈ ശീലോവിലേക്ക് വരട്ടെ. അമ്മ കണക്റ്റഡ് സാമുവൽ ടു ദ ചർച്ച്. കുഞ്ഞു കാര്യങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്ന് കാണരുതല്ല. നമ്മുടെ പിള്ളേരെല്ലാം ഇപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ വാട്സപ്പ് ചെയ്ത് എല്ലാം പൊളിറ്റിക്സ് ആകട്ടോ, എല്ലാം പൊളിറ്റിക്സ്. പോയി 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 അതെല്ലാം കേട്ട് നമ്മളും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഓർക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ വിശ്വാസം ഈ സഭയിൽ നിന്ന്, ഈ വിശ്വാസത്തിൽ നിന്ന് ഞാൻ മാറ്റാനായിട്ട് കൂട്ടു നിൽക്കുവാണോ? അമ്മ കണക്റ്റഡ് സാമുവൽ ടു ദ ശീലോ. അമ്മ കുഞ്ഞിനെ പള്ളിയുമായിട്ട് കണക്ട് ചെയ്തു. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കാണാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കാണാതെ പോകുന്ന കാലഘട്ടം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലെല്ലാം മൊബൈൽ. നല്ല ഒരു മാർഗമാണ് പഠിക്കാൻ. ഏറ്റവും മോശമാകാനും ഏറ്റവും നല്ല മാർഗമാണ്. ഒത്തിരി കാലമൊന്നും നമുക്ക് പിടിച്ചു വയ്ക്കാൻ സാധിക്കത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഇതിൻ്റെ സാധ്യതകളോടൊപ്പം, ഇതിൻ്റെ പ്രതിസന്ധികളോടൊപ്പം ഇത് വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൽ, കൃപയുള്ള ജീവിതത്തിൽ വളരാൻ നമുക്കെങ്ങനെ ഉപയോഗിക്കാം? കുഞ്ഞുങ്ങൾ കുറേ ഉണ്ടല്ലോ. നിങ്ങളുടെ അപ്പൻ കരയുന്നത് കണ്ടിട്ടുണ്ടോ? അമ്മ കരയുന്നതെന്നും കണ്ടിട്ടുണ്ടോ? അപ്പൻ അങ്ങനെ ഞങ്ങളുടെ അപ്പൻ കരയത്തേയില്ല. അപ്പം കരയും. രാത്രി 12 മണി കഴിയണം, കരഞ്ഞു പോകും. വളരെ താല്പര്യത്തോടെ പഠിപ്പിച്ചു, ഉയർന്ന നിലയിൽ പോയി, MBBS കഴിഞ്ഞു, MDക്ക് കയറി, അല്ലെങ്കിൽ MTechന് കഴിഞ്ഞു. കല്യാണം പറഞ്ഞാൽ വേണ്ട ഡാഡി, ഞാൻ പറയാം. അവർക്കിഷ്ടമുള്ളവരോടൊപ്പം പോവുക. പിള്ളേരോട് ചോദിക്കുക, മോളെ കല്യാണം കഴിക്കണ്ടേ? ഡാഡിക്ക് വല്ലതും അറിയാമോ? മമ്മിക്ക് വല്ലതും അറിയാമോ? അപ്പനും അമ്മയ്ക്കും അറിയാവുന്ന ഏക കാര്യം കല്യാണത്തെ പറ്റിയാണ്. വേറെ ഒരു കാര്യത്തെപ്പറ്റി അറിയത്തില്ല. മോനെ അത് വേണ്ടാടാ, എനിക്ക് ജീവനുണ്ടെങ്കിൽ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് ഏതൊക്കെ രീതി നോക്കിയാലും പൊട്ടിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ഷീ പ്രേയ്ഡ്. പ്രാർത്ഥിക്കുകയല്ലാതെ ഒരു മാർഗമില്ല. ഈ സഭയോടെ നന്മകളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയല്ലാതെ മാർഗമേ ഇല്ല. ഞാൻ പിള്ളേരോട്, കുഞ്ഞുങ്ങളോട് പറയട്ടെ, യൂത്ത്സിനോട് പറയട്ടെ, നിൻ്റെ അപ്പനെ കരയിക്കാതിരിക്കുക. നിൻ്റെ അമ്മ കരയരുത്. അവർക്ക് എന്തൊക്കെ സ്വപ്നങ്ങളാണ്. 8ാം ക്ലാസ് കഴിയുമ്പോഴേ കല്യാണക്കുറി അടിച്ചു വെച്ചേക്കുക. അവനങ്ങനെ പോകുന്നു. എൻ്റെ കുഞ്ഞ് പോയിട്ട് വന്നിട്ട് വേണം എനിക്ക് 10,000 പേരെ വിളിക്കണം. സ്വപ്നങ്ങൾ പൊട്ടിച്ച് കളയില്ല.
എങ്ങനെ വേണേൽ കല്യാണം കഴിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതെല്ലാം നിയമവിധേയമായ കാലഘട്ടത്തിലാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു പ്രതിജ്ഞ 2024 എൻ്റെ അപ്പനും അമ്മയും കരയാൻ ഇടയാകത്തില്ല. ഈ ഒരു കാര്യത്തിൽ അവരുടെ സ്വപ്നങ്ങൾ ഞങ്ങൾ പൊട്ടിക്കത്തില്ല. ഷീ കണക്റ്റഡ്, അമ്മ കണക്റ്റഡ്. ഒന്ന് ഞാൻ പറഞ്ഞത് ഷീ പ്രേയ്ഡ്, 2 ഷീ കണക്റ്റഡ്. ലാസ്റ്റ് 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഷീ ഡിസൈൻഡ്, അവൾ രൂപപ്പെടുത്തി. 2-ാം അധ്യായത്തിൻ്റെ 18-ും 19 വാക്യങ്ങളിൽ എന്താണ്? ശോമേൽ എന്ന ബാലനോ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. 19-ാം വാക്യം, അവൻ്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തൻ്റെ ഭർത്താവിനോടുകൂടെ വർഷാന്തരയാൻ കഴിപ്പാൻ വരുമ്പോൾ അവനെ കൊണ്ടുപോയി കൊടുക്കും. ഷീ ഡിസൈൻഡ്. ശീലോയിലാണ് മോനെ വിട്ടേക്കുന്നത്. അവിടെ ഹോഫ്നി ഫിനേഹാസുമുണ്ട്. എത്രയോ പ്രലോഭനങ്ങളാണ് അവിടെ ഉള്ളത്. അവൾ ചെയ്യുന്ന കാര്യം ഒരു വസ്ത്രമുണ്ടാക്കി കൊടുക്കും. ഈ വസ്ത്രത്തെപ്പറ്റി ഇവിടെ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ കിട്ടുന്നത്, മഹാപുരോഹിതന്മാരിടുന്ന വസ്ത്രത്തിന് അതേ പേരാ. പക്ഷെ അത്ര ആഭരണങ്ങളോ കളറോ തുന്നലുകളോ ഇല്ലാതെ ഒരമ്മയ്ക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമമുള്ള വസ്ത്രം. ഒരു വർഷമെടുക്കും. നോക്കൂ, ഒരു മഹാപുരോഹിതൻ എന്ന നിലയിൽ ഡിസൈൻ ചെയ്യാൻ, അവൻ്റെ ഐഡൻറ്റിറ്റിയെ രൂപപ്പെടുത്താൻ, അവൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ ഒരമ്മയ്ക്ക് എങ്ങനെയൊക്കെയോ പറ്റും. അതുപോലെ എങ്ങനെയൊക്കെ ഹോഫ്നിയുടെയും ഫിനെഹാസിൻ്റെയും മധ്യത്തിൽ വേറിട്ട് നിൽക്കാൻ പറ്റും. എഫോദ് ധരിച്ച് അവളെ കൊണ്ട് കഴിയാവുന്ന പോലെ ഒരു എഫോദ് ഈ അമ്മ ഉണ്ടാക്കുക. ഒരമ്മയുടെ ശ്രമം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹോഫ്നിയും ഫിനെഹാസും പലവട്ടം ഇവൻ്റെ വസ്ത്രം ഉരിയാൻ ശ്രമിക്കും. ഹോഫ്നിയും ഫിനെഹാസും പലവട്ടം ഇവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അപ്പോഴെല്ലാം മോനെ പേടിക്കണ്ട, പുതിയ പുതിയ വസ്ത്രം അമ്മ കൊണ്ട് കൊടുക്കും. പുതിയ വസ്ത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിലോ ജോലിസ്ഥലങ്ങളിലോ പ്രതിസന്ധികളാകുമ്പോൾ പറയണം, മോനെ നിൻ്റെ വ്യക്തിത്വത്തിന് പുതിയ വസ്ത്രം ഞാൻ തയ്ക്കുന്നുണ്ട്. അമ്മ എനിക്ക് പിടിച്ച് നിൽക്കാൻ വയ്യ. പല പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾ നമ്മളോട് പറയും. മോനെ ഞാൻ പുതിയ വസ്ത്രം തയ്ക്കുവാടാ, ഞാൻ പ്രാർത്ഥിക്കുക, ഞാൻ സ്വപ്നം എന്ന വസ്ത്രം ധരിക്കുക. ഐ ഹാവ് എ ഡ്രീം. എനിക്കൊരു വലിയ സ്വപ്നമുണ്ട്, എൻ്റെ കുഞ്ഞ് അവിടെ നിൽക്കുന്നത് എനിക്ക് കാണണം. ഷീ ഡിസൈൻഡ് ഹിസ് ഐഡൻറ്റിറ്റി. അവൻ്റെ വ്യക്തിത്വത്തെ അവൾ രൂപപ്പെടുത്തുക. മഹാപുരോഹിതനോടൊപ്പം ചേർന്ന അത്രയും വസ്ത്രം ഒരമ്മ രൂപപ്പെടുത്തിയ വഴികളാണ്. തള്ളക്കഴുകൻ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. തള്ളക്കഴുകൻ്റെ കൂട് ഉയരങ്ങളിലാണ്. പറക്കുന്ന ശീലമാകുമ്പോൾ, സമയമാകുമ്പോൾ ഈ അമ്മ കൂടിങ്ങനെ അനക്കും. പിള്ളേർ താഴെ വീരും. ഈ തള്ളക്കഴുകൻ താഴെ വന്ന് ചിറകെ പിടിച്ച് കൂട്ടിക്കൊണ്ടു വെക്കും. റെപ്പറ്റീഷൻ ആഫ്റ്റർ റെപ്പറ്റീഷൻ പല പ്രാവശ്യം ചെയ്യും. ഒരു പ്രാവശ്യം പഠിക്കും. പിന്നെ അമ്മ ചെയ്യുന്നത് എന്തുവാണെന്നറിയാമോ? കൂട് പൊളിച്ച് കളയും. കുഞ്ഞുങ്ങൾ താഴോട്ട് വീണ് പറക്കും. ഏകദേശം 1 കിലോമീറ്റർ പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. പിള്ളേർ മുന്നേ പറക്കും, അമ്മ പുറകെ പറക്കും. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും ഈ കുഞ്ഞുങ്ങൾ പിടിച്ചിരിക്കും. കുഞ്ഞുങ്ങളങ്ങ് പറന്നു പോകും, അമ്മ തിരിച്ച് പറക്കും. പിള്ളേർ പുതിയ കൂടുകൾ പണിത് പോകും, അമ്മ പുതിയ കൂട് തേടിപ്പോകും. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ദറ്റ് ഹി ഹാസ് ഗിവൺ ഹിസ് ഈഗലറ്റ്സ്? ഒരു കഴുകൻ തൻ്റെ കുഞ്ഞിന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം എന്താണ്? എ പോസിറ്റീവ് പുഷ്. ഞാൻ നിനക്ക് നല്ല വസ്ത്രങ്ങൾ, നിൻ്റെ മങ്ങിപ്പോയ വ്യക്തിത്വത്തിന് ഞാൻ കൂടുണ്ട്, നീ പേടിക്കണ്ട. ഹ്യൂസ്റ്റൺ ഇമ്മാനുവേൽ പള്ളിയിലാണ് ഞാൻ അച്ഛനായി 10 വർഷം മുമ്പ് ഇരിക്കുമ്പോൾ നാട്ടിൽ 98 വയസ്സുള്ള ഒരമ്മ മരിച്ചു. അവിടെയുള്ള ഒരു അങ്കിൾ, ജോർജ് അങ്കിൾ എന്നെ വിളിച്ചു, അച്ഛാ എൻ്റെ അമ്മ മരിച്ചു പോയി. ഞാൻ ചോദിച്ചു എത്ര വയസ്സുണ്ട്? 98 വയസ്സുണ്ട്.
പിന്നെ ഈ ഫോണിൽ ഒന്നും മിണ്ടുന്നില്ല. ഞാനങ്ങോട്ട് വരട്ടേച്ചാ. ഏകദേശം 25 മൈൽ അന്നത്തെ ദൂരം. ഇദ്ദേഹം തൻ്റെ കാർ ഓടിച്ച് വരികയാണ് പാഴ്സണിയിൽ. എൻ്റെ മുന്നേ വന്നങ്ങ് നിൽക്കുക, ഭയങ്കര കരച്ചിൽ. ഞാൻ ചോദിച്ചു, അങ്ങളെ എന്തിനാ ഇത്രയും കരയുന്നത്? 98 വയസ്സില്ലേ? എന്നോട് ഒരു അച്ഛനത് പറയാം, എൻ്റെ അമ്മയല്ലേ മരിച്ചത്. ഞങ്ങൾ 6 പിള്ളേരാണ്. എൻ്റെ അമ്മ ഞങ്ങളെ വളർത്തിയത് അപ്പനില്ലാതാണ്. അപ്പം കുഞ്ഞിനെ മരിച്ചു പോയതാണ്. പല സ്ഥലങ്ങളിൽ ജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തിയത്. എനിക്ക് മരിച്ചേനല്ല പറഞ്ഞ, അമ്മയൊക്കെ ഇവിടെ പലവട്ടം വന്നിട്ടുണ്ട്. ഇനി എനിക്കുള്ള വിഷമം എന്താണെന്നറിയാം? ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴേ, ജോർജേ നീ വല്ലതും കഴിച്ചിട്ടാന്നോടാ വന്നത് എന്ന് ചോദിക്കാൻ ഇനി എനിക്കൊരാളില്ല. ജോർജേ നീ വല്ലതും കഴിച്ചിട്ടാണ്, അമ്മമാർ മരിച്ചവരില്ലേ, ആ ചോദ്യം പോയി. ആ ചോദ്യമില്ല. ഈസിയായിട്ട് വഴക്ക് പറയാൻ പറ്റുന്ന ആളല്ലായിരുന്നു നമ്മുടെ അമ്മ. നമുക്ക് എന്തൊക്കെ അമ്മയോട് പറയാം. അപ്പനോടൊന്ന് പറഞ്ഞു നോക്കി, ഫ്രീ ആയിട്ട് ഇടപെടാം. നമുക്ക് വേണ്ടി കാത്തിരിക്കും. ഭാര്യ കിടന്നുറങ്ങും, അമ്മയുണ്ടെങ്കിൽ കാത്തിരിക്കും. ശമുവേൽ, നീ നിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നിൻ്റെ അമ്മ മരിക്കുമ്പോൾ നീ വരുമ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങളോട് നീ പറഞ്ഞു കൊടുക്കും, പൊട്ടിപ്പോയൊരു എന്നെ പട്ടം പോലെ ഹോപ്നിയും പിനേകാസും എടുത്ത് അമ്മാനമാടുന്ന എന്നെ, എൻ്റെ വ്യക്തിത്വം പോയ നാലത്ത് ഞാൻ തകർന്നെടുത്ത് എന്നെ രൂപപ്പെടുത്തിയ ആളാണ് ഈ കിടക്കുന്നത്. അപ്പൻ മറിക്കുമ്പോൾ ഈ ശൗമേലൊരു പക്ഷേ ഞാൻ ഇമാജിനേഷൻ കാണുകയാണ്, ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തും പൊട്ടിയ വീട്ടിൽ സ്നേഹം തന്നെന്തുവാ എന്ന് പഠിച്ച ഒരാളാണ് ഈ കിടക്കുന്നത്. ഷീ പ്രേയ്ഡ്, അവൾ പ്രാർത്ഥിച്ചു. ഷീ കണക്റ്റഡ്, അവൾ ബന്ധപ്പെടുത്തി. ഷീ ഡിസൈൻഡ്, അവൾ രൂപപ്പെടുത്തി. ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഡോക്ടർ ഷെയ്ൻ സാം മാത്യു, നിങ്ങൾ കേട്ട് കാണും. ഡൽഹി കരോൾ ബാഗ് പള്ളിയിലെ അംഗമാണ്. 2016 അദ്ദേഹം ലുധിയാന മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചതിന് ശേഷം അവധിക്ക് കോളേജിൽ ചെന്നു. അപ്പോൾ അവിടുത്തെ ഡീൻ ഓഫ് സ്റ്റഡീസ് ചോദിച്ചു, ഷെയ്നെ, ഈ വർഷം ലൈബീരിയ എന്ന സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്ഥലത്ത് പോകാൻ ഡോക്ടർമാരെ കിട്ടിയിട്ടില്ല, നിനക്ക് വരാമോ? ഈ ഷെയ്ൻ്റെ അമ്മയുടെ പേരാണ് എലിസബത്ത്, മൺട്രോത്തുരുത്തുകാരിയാണ്. അപ്പൻ മാത്യു അങ്കിളാണ്. അമ്മയ്ക്ക് വലിയ ആഗ്രഹമാണ് ഈ കുഞ്ഞിനെ ഒരു മിഷണറി ഡോക്ടറാക്കണം. അവനെ വിടുമ്പോഴേ പറയുന്ന, മോനെ നീ ഒരു മിഷണറി ഡോക്ടറാകട്ടോ, നീ യേശുവിൻ്റെ സൗഖ്യം മറ്റൊക്കെ കൊടുക്കുന്ന ഒരാളാകട്ടോ. അമ്മയോട് ചോദിച്ചു, മമ്മി എന്നെ ഇങ്ങനെ ഡോക്ടർ പറയുക, ഞാൻ എന്തേ പോടാ. അങ്ങനെ 2016 ഡോക്ടർ ഷെയ്ൻ ലൈബീരിയയിലേക്ക് പോയി. ആഗോള യുദ്ധം മൂലം തകർന്നൊരു സ്ഥലമാണ് അത്. എബോള എന്ന രോഗമാണ്. ധാരാളം ആളുകൾ വഴിയിൽ മരിച്ചു കിടക്കും. ഇദ്ദേഹം ചെന്ന ലൈബീരിയയിൽ 600 മൈൽ അകത്താണ്. ഗവൺമെൻറ് ഒരു ക്വാർട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ഇല്ല, ജനറേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തോടൊപ്പം മറ്റ് 2 ഡോക്ടേഴ്സുണ്ട്, ചെറുപ്പക്കാരാണ്. അവർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. എല്ലാ ദിവസവും വെള്ളിയാഴ്ച വൈകിട്ട് കൂടുള്ള ഡോക്ടേഴ്സ് ചോദിക്കും, ഷെയ്നെ നീ വരുന്നോ, ഞങ്ങൾ ലൈബ്രറിയിൽ പോവാം, ഈ 2 ദിവസം നല്ല ഭക്ഷണം നല്ല താമസം. അവൻ പറയില്ല, എൻ്റെ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ 1 വർഷം വരെ പൂർണ്ണമായിട്ട് സൗഖ്യം കൊടുത്തിട്ട് വരാവൂ. അന്നൊരു വെള്ളിയാഴ്ച ഇവനോട് ചോദിച്ചു, ഷൈനെ നീ വരുന്നോ? ഇല്ല. അന്ന് ശനിയാഴ്ച അവൻ ഈ ഒ പിയിൽ പോയി. ഏകദേശം 10, 300, 400 പേരാ. 10, 50,000 രോഗികൾക്ക് ഒരു ഡോക്ടേഴ്സേ ആ ദേശത്തുള്ളൂ സുഹൃത്തെ. അന്ന് രാത്രി, ശനിയാഴ്ച രാത്രി 12 മണി വരെ ഒ പി നോക്കി. തിരിച്ച് ക്വാർട്ടേഴ്സിൽ വന്നു, ജനറേറ്റർ ഓൺ ചെയ്തു, ഭക്ഷണം പാചകം ചെയ്തു, കിടന്ന് ഉറങ്ങി. രാത്രിയിലെപ്പോഴോ ജനറേറ്ററിൽ നിന്ന് തീ പിടിച്ചു. അവൻ്റെ ക്വാർട്ടേഴ്സ് കത്തിപ്പോയി. ഈ വെപ്രാളത്തിൽ ഈ ഷെയ്ൻ ജനലിൻ്റെ ചില്ല പൊട്ടിച്ച് മൊബൈൽ വെളിയിലേക്ക് എറിഞ്ഞു. അവൻ്റെ അമ്മയ്ക്ക് അവൻ്റെ അസ്ഥി കഷ്ണങ്ങളും ഈ മൊബൈലുമേ കിട്ടിയിട്ടുള്ളൂ. കരോൾ ബാഗ് പള്ളിയിൽ അവൻ്റെ അസ്ഥി കഷ്ണങ്ങൾ കൊണ്ടുവന്ന് അടക്കം ചെയ്തിട്ടുണ്ട്. അമ്മ മാനസികമായി തകർന്നുപോയി, ഡിപ്രഷനായിപ്പോയി. 1 വർഷം കഴിഞ്ഞ് ക്രിസ്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡൽഹിയിലെ സ്റ്റാഫാണ് എലിസബത്ത് ആൻറ്റി. തൻ്റെ മോനെ ഓർത്ത് ഒരു പുസ്തകം എഴുതി. അതിൻ്റെ പേരാണ്
ഫയർഫ്ലൈ, മിന്നാമിനുങ്ങ്. ഹൈമാസ് ലൈറ്റ് അല്ല, ഈ ഇരുണ്ട തുരുത്തിൽ ഒരു കുഞ്ഞു മിന്നാമിനി 1 വർഷം പോലും ജീവിച്ചില്ല. പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, അമ്മ കണക്റ്റഡ് സാമുവൽ ടു ദ ചർച്ച്. അമ്മ കണക്റ്റഡ് സാമുവൽ. അമ്മ ഡിസൈൻഡ്. അമ്മ പ്രേഡ്. ഡാഡി created new habit. He created the lessons of caring and love. He created new dialect, പുതിയ ഭാഷ. He created experience out of crisis. കണ്ണുകളടയ്ക്കാം. എന്നെനിക്കൻ ദുഃഖം തീരുമോ, ഒന്നു കാന്തനെ നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്കൻ ദുഃഖം തീരുമോ, പൊന്നു കാന്തനെ നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്കൻ ദുഃഖം തീരുമോ, പൊന്നു കാന്തനെ നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. കർത്താവേ, ഞങ്ങളപ്പനെന്ന നിലയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ശീലങ്ങൾ, കർത്താവേ, ഞങ്ങളപ്പനെന്ന നിലയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കരുതൽ, സ്നേഹം പഠിപ്പിക്കാൻ മറന്നുപോയിട്ടുണ്ട്. നല്ല ഭാഷ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അനുഭവങ്ങൾ അന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പ്രാർത്ഥിക്കാൻ മറന്നുപോയിട്ടുണ്ട്. അമ്മ എന്ന നിലയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സഭയോട് ചേർക്കാൻ പറ്റിയിട്ടില്ല. പോസിറ്റീവ് സൈഡിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ലെന്നാണ്. അവൻ്റെ വ്യക്തിത്വത്തെ, അവളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. കർത്താവേ, നല്ല ശമൂവേലിനെ, നല്ല ആൺമക്കളെ, നല്ല പെൺമക്കളെ, നല്ല കുഞ്ഞുങ്ങളെ, നല്ല കൊച്ചുമക്കളെ ഈ സഭയോട് ചേർത്ത് വളർത്തുവാൻ നാഥാ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന